ബിഗ് ബോസ് മലയാളം സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താ മറ്റേ പ്രോഗ്രാമോ ടിവിയിലുള്ള പ്രോഗ്രാമോ? എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ അറിയാൻ സായി അങ്ങനെ പറയാറുണ്ടോ? ലാലേട്ടൻ വരുന്ന ദിവസമല്ലേ, ഒരു ഒഫീഷ്യൽ ആയിക്കോട്ടെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ലൈവിലേക്ക് പോണേ നമുക്ക് തലേ ദിവസത്തെ കുറച്ച് അയ്യോ ഇന്നലെ ആയിരുന്നു ദിവസം. ഇന്നലെ രാവിലെ ഒന്നും വലിയ കുഴപ്പമില്ലാതെ തട്ടുമുട്ട്, വൈകുന്നേരമാണ് പിന്നെ ജഗ പോകെ ജാസ്മിനും നോറേനും ജയിലിട്ടതിന്റെ ശേഷമാണ് പിന്നെ കളി മാറിയത്. ജഗപ്പൊക്കെ പ്രോക്കിങ്ങും പിന്നെ അത് കുറെ കോമഡി ഒക്കെ ചേർന്ന് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ഫണ്ണായിട്ട് തോന്നിയത്. പക്ഷെ പിന്നെ ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ ജിൻഡോന്റെ ഒപ്പമുള്ള കുറെ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് നല്ല ഫണ്ണായിട്ട് ഇങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരിധി വിട്ടുപോയി. ജാസ്മിൻ എന്താ പറയാ, അങ്ങനെ പറയാൻ പാടുണ്ടോന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയാം. ജാസ്മിൻ ഒരുമാതിരി പറ്റ ലെവല് ഇതായി വിട്ടിട്ടുള്ള രീതിയിൽ ആണ് സംസാരിച്ചത്. ജാസ്മിന്റെ സംസാരങ്ങൾ നമ്മളൊക്കെ ഭയങ്കരമായി ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തോന്നി. കൊറേ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ വരട്ടെ ചെയ്തിട്ട്. പക്ഷെ അവര് നല്ല കൂളായിട്ട് ചിരിച്ചിട്ടാണ് സംസാരിച്ചത്. സിബിനാണെങ്കിലും ജിൻഡോ ആണെങ്കിലും അതൊരു ടൈപ്പ് പ്രൊവോക്കേഷൻ ആണ്. നമ്മളോട് ഒരാൾ ഭയങ്കരമായി ശക്തമായി ഇങ്ങനെ കടന്ന് ആക്രമിച്ചോണ്ടിരിക്കും, നമ്മൾ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ അയാൾ വീണ്ടും 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 ചൊറിയണ പോലെ തന്നെ എന്തായാലും അവിടേക്കും ഇവിടേക്കും. പക്ഷെ ജാസ്മിനെ സത്യം പറഞ്ഞാൽ അവരെല്ലാരും കൂടെ കണ്ട് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ജാസ്മിന്റെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ അങ്ങോട്ട് കാണിക്കാൻ വേണ്ടിട്ട് അവർ ഇട്ട് കൊടുത്താണ്. ജാസ്മിനാണെങ്കിൽ അലറി വിളിക്കാണ്, എന്തൊക്കെയാ വിളിക്കണത്. ആ ഗബ്രി വരാത്തോണ്ട് ആ പട്ടി ഗബ്രീനെ ഗബ്രീനെ വിളിക്കുന്നൊക്കെ പറഞ്ഞ അലറി വിളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതവര് ഒരു ഇഷ്ടം എന്നുള്ള രീതിയിൽ സംസാരിക്കാണ്. എന്നാ പോലും അലറി വിളിച്ച ആ ജയില് എന്ന് പറഞ്ഞാൽ ജയില് വല്ല കല്യാണ വീട് പോലെ ഉണ്ട്. പിന്നെ ആ സന്ദർശകരെ കൊണ്ട് തിക്കും തിരക്കും. വല്ല എന്താ പറയാ, സൂലൊക്കെ കാണാൻ ചെന്ന പോലെ ഇവരെ കാണാൻ അതിൻ്റെ ഉള്ളിൽ എല്ലാരും വന്നോണ്ടിരിക്കണു. എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തെ സീസണിനിടയിൽ ബിഗ് ബോസിന് ഇങ്ങനെ പല പ്രാവശ്യം സന്ദർശന സമയത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറയേണ്ടി വന്ന ഒരു എപ്പിസോഡായിരിക്കും ഇന്നലെ. മുന്നത്തെ കണ്ട സമയത്ത് ഒന്നും ഒരാളും അടുത്തേക്കേ പോവില്ല, ദൂരെ സംസാരിക്കുകയും അപ്പൊ തന്നെ പറയുകയും ചെയ്യും, ഒഴിവാക്കുകയും ചെയ്യും. അതെ, ജയില് എന്ന് പറഞ്ഞാൽ ശിക്ഷ കൊടുക്കാനുള്ള സ്ഥലമാണല്ലോ. ഇത് അവിടെ അവർക്ക് ആഘോഷിക്കാൻ സെറ്റായിട്ട് എല്ലാത്തിനും വേണ്ടി ഒരുക്കി കൊടുത്തൊരു സ്ഥലം മാറി. അവർ രണ്ടാളും കടന്ന് പെർഫോം ചെയ്യുന്ന രണ്ടാളും കൂടി. പക്ഷെ നോറ അധികം നോറ പിന്നെയും നോറന്റെ സംസാരം കൊണ്ടൊക്കെ എനിക്ക് തോന്നി നോറ അതിനേക്കാളും കുറച്ചും കൂടെ മാന്യതയിലാണ് പെരുമാറുന്നത്. ഇതിങ്ങനെ അലറി വിളിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് പോലെ തോന്നിയതും ലൊക്കേഷൻ പോലെ തോന്നിയൊക്കെ. അതില് ജാസ്മിന് വീട് പോലെ തോന്നിയെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു. ഇത് ഇങ്ങനെയൊക്കെ വീട് പോലെ തോന്നിയാൽ കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും. ഇങ്ങനെയൊക്കെ വീടുണ്ടെങ്കിൽ വീട് തലകുത്തരം മറിഞ്ഞിരിക്കും. ആ അവസ്ഥയൊന്നുമല്ല അതിൻ്റെ ഉള്ളിൽ കിടന്ന് അലറി വിളിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഹെഡ്സെറ്റ് ഊരാൻ പറ്റില്ല. ഹെഡ്സെറ്റ് ഊരിയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ ഇറങ്ങി ഓടും. അമ്മമാര് അലറലും വിളിക്കലും. അതിന്റെ ഇടയിൽ ആ എന്താ പറയാ, മാലേനെ കുറിച്ച് ഇയാള് പോയി ചെന്ന് മാലേന്റെ കാര്യം ചോദിക്കുമ്പോ അതിമ്മ കുറെ കൂടുന്നുണ്ട്. പിന്നെ ഇയാളെ പൊട്ടൻ മണ്ടനൊക്കെ വിളിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ജിൻഡോ അതിന്റെ ഇടയിൽ കയറി ചെല്ലുന്ന സമയത്ത് കുറച്ച് ഗബ്രി കെട്ടിപ്പിടുത്തത്തിന്റെ സമയത്ത് ഒരു ചെറിയ വിവാദം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എനിക്ക് വലിയ ഒരു ഡയലോഗ് വംശി അധിക്ഷേപം. ഞാൻ പിന്നെ കരിഞ്ഞ മത്സ്യകന്യകനാണല്ലോ. അതിന്റെ മുന്നേ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ആള് പറയണത്. എന്താണെങ്കിലും അതിന്റെ ഉള്ളിൽ ഇന്നലെ സംസാരം കൊണ്ടല്ലോ വീട്ടിന്റെ ഉള്ളിലുള്ള ആളുകൾക്കും പുറത്തുള്ള നമുക്കും ഭയങ്കരമായിട്ട് ചെവിക്ക് അരോചകമായിരുന്നു സംസാരം. ഇന്നലെ ഞാൻ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ എപ്പിസോഡിൽ. പക്ഷെ പിന്നെ അത് ഞാൻ ലൈവിലുണ്ടപ്പോ പിന്നെ കുറെ തന്നെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസും പറഞ്ഞു ഇത് എന്തൊരു ഇതാണ്, സഹിക്കാൻ പറ്റില്ല, പ്രവർത്തനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാവരും കൊണ്ട് മാറി പോയി. ആ പ്രൊമോയില് കാണിച്ച് അത്രയൊക്കെ ഉള്ളെങ്കിൽ നല്ല രസമായിരുന്നു. ഇത് ഭയങ്കര ഓവർ കാണിച്ചു വിട്ടാൽ നമുക്ക് പ്രാന്ത് പിടിക്കുക. എന്താണ് അതിന്റെ ഉള്ളിൽ കിടന്ന് കാണിക്കുന്നത്. ജയില് എന്ന് പറഞ്ഞാൽ ജയില് ഞാൻ വീണ്ടും എനിക്ക് തോന്നിയാൽ ജയില് ശിക്ഷ കൊടുക്കാനാണ്. നമുക്ക് പുറത്തു നടന്ന ആൾക്കാർക്ക് അയ്യടാ ബിഗ് ബോസ് പോയാൽ ഒന്ന് ജയിലിൽ പോണേന്നു അങ്ങനെ തോന്നണ ആഗ്രഹിക്കുന്ന രീതിയിലാണ് സംസാരം. ജയിലിൽ പോയാൽ ബാക്കി എല്ലാവർക്കും കിട്ടുന്നേക്കാളും ഭയങ്കര സൗകര്യമായിട്ട് കെട്ടിപ്പിടിക്കാനുള്ള സൗകര്യം, ഉമ്മയ്ക്കാനുള്ള സൗകര്യം, അവിടുന്ന് അലറി വിളിക്കാനുള്ള സൗകര്യം, തോന്നണ പോലെ കാട്ടുള്ള സൗകര്യം, എന്തും ആരും വിളിച്ചു പറയാനുള്ള ഒരു സ്ഥലമായിട്ട് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്. നാളെ ഞാൻ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ എനിക്ക് ഇതിനൊന്നും പറ്റൂല, കാരണം അപ്പൊ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാനൊന്നും പറയില്ല. ഇതിനുള്ളിലായ എനിക്ക് എന്തും വിളിച്ചു പറയാൻ ഇപ്പൊ നല്ല ധൈര്യം ഉണ്ട്, അടിപൊളിയാണെന്നാണ് പറയുന്നത്. സിബിൻ അതൊക്കെ കേൾക്കണ്ടായിരുന്നു. സിബിനെയും പറഞ്ഞു. പക്ഷെ സിബിൻ പറഞ്ഞത് ഇട്ടോട്ടെ, നാട്ടുകാർക്കുള്ള ഇവളുടെ സ്വഭാവം മനസ്സിലാക്കി. ശരിക്കും അതാണ് ഉണ്ടായത്. ജാസ്മിനെ പ്രൊവോക്ക് ചെയ്ത് ഒച്ചവിളി ഉണ്ടാക്കുമ്പോൾ നാട്ടുകാർക്ക് കിട്ടാനുള്ള ഐറ്റംസ് ആയി. അതെന്തായാലും ഇന്ന് ചോദിക്കുമോ? കാരണം ജാസ്മിനോട് ആളുകൾക്ക് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. ജാസ്മിൻ തന്നെ വെറുപ്പിച്ചിട്ടുണ്ട്, കൈ കൊടുത്തിട്ടുണ്ട്. അതെ, ഇപ്പൊ ജാസ്മിൻ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജാസ്മിന് കുറെ സപ്പോർട്ട് വരാൻ തുടങ്ങിയിരുന്നു. അപ്പൊ അതും ഇന്നലത്തെ എപ്പിസോഡിൽ അത് നോറയ്ക്കും പോസിറ്റീവായി തോന്നുന്നു. അവര് രണ്ടാളും കൂടെ ആയത് കാരണം കൊണ്ട് ജാസ്മിൻ ഇമ്മാര് പരിപാടി ഒപ്പിക്കുന്നോണ്ട് നോറയ്ക്കും കൂടെ അത് പോസിറ്റീവായി. കാരണം എല്ലാരും പറയുന്നുണ്ട് ബെറ്റർ ആണ് നോറ കമ്പയർ ചെയ്യുമ്പോൾ. നോറയുടെ സൗണ്ട് അവിടെ കേൾക്കണേണ്ടായിരുന്നില്ല. നോറ പിന്നെ അവര് തമ്മിൽ ഡിസ്കഷനിലായിരുന്നു, അടിയായിരുന്നു. എന്റെ ഇടയ്ക്ക് മറ്റേ ജാസ്മിൻ മറ്റേ സംഭവം പറയണ്ടായിരുന്നു. ഞാൻ അപ്പോഴും കെട്ടിപ്പിടുത്തത്തിന്റെ കാര്യം മറ്റേ കാര്യമൊക്കെ പറയുന്നത്. നമ്മള് 2024 എന്താണ് ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെ വിചാരിക്കുന്നൊക്കെ വെച്ചിട്ട്
അത് പുറത്തിറങ്ങിയിട്ട് കാണുമ്പോൾ 2024 25 എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അത് ജാസ്മിൻ തന്നെ മനസ്സിലാക്കിയിട്ട് അത് ഇതാക്കണം. പിന്നെ അതേ ഇപ്പുറത്തുനിന്ന് റൂമിക്ക് അതിലിടയ്ക്ക് ഗബ്രി പറയുന്നത് അവൾ എന്ത് ക്യൂട്ടായേ അവിടെ ഇരിക്കാൻ കേട്ടോ നിങ്ങള്, അവൾ എന്തൊരു ക്യൂട്ടായത്, എന്തൊരു നല്ല കുട്ടിയാണ് രീതിയിൽ ഭയങ്കര എന്തൊക്കെയോ സംസാരിക്കണ്ടായിരുന്നു അവളെ ദൂരെ. ഗബ്രി കടന്നുറങ്ങണ ആ റൂമിൽ നിന്ന് ജയിലേക്ക് കാണുന്നുണ്ട് എന്നൊക്കെ ഗബ്രിയില് പറന്നിങ്ങനെ പോകുന്നുണ്ട്, അത് പറയാൻ വേണ്ടിട്ടൊക്കെ. എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നുണ്ട് എന്നൊക്കെ പറയും. നീ അങ്ങോട്ട് നോക്കേ, ഐ മിസ് യു. കൊറേ നേരം നമ്മളെ പൂജ കൊറേ ഇയാളെ തിരിപ്പിച്ച് റെഡി സെറ്റ് ആക്കാൻ വേണ്ടിട്ടുള്ള അത് കഴിഞ്ഞ മുന്നേ ഉച്ചക്ക് പൂജയും നമ്മളെ എന്താ സിബിനും കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെങ്ങനെയെങ്കിലും ഒന്ന് ഇവള് ജയിലിലായിരിക്കും, ആ സമയത്ത് നമുക്ക് ഗബ്രീനോട് മാക്സിമം സംസാരിക്കാം. അത് പൂജ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ ഞാൻ ഇമോഷണലി കണക്റ്റഡ് ആണ് അവളോട് തന്നെ. വീണ്ടും കുറെ നേരം ഇവളെ അലർച്ച കാരണം അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവന്റെ ഇടയ്ക്ക് പറയണ്ടല്ലോ ഇവളില്ലെങ്കിൽ ഞാനില്ല, എന്താ ഇവള് കപ്പടിച്ചോട്ടെ, ഞാൻ നിനക്ക് വേണ്ടി എപ്പോഴും സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുണ്ടാവും എന്നൊക്കെ പറയണ്ടല്ലോ. പക്ഷെ ഇടയ്ക്ക് ഞാൻ കേൾക്കണ്ടേന്ന് വെച്ചാൽ ഗബ്രി ഇവളെ തഴഞ്ഞു. ആക്കിയ ഉച്ചക്കത്തെ മണ്ഡലത്തിലാണ് ആംഗ്യം കാണിച്ച സമയത്ത് ഗബ്രി നൈസായിട്ട് ഇവന്റെ ഗെയിം കളിച്ചു. അവൻ സ്വയം ന്യായീകരിച്ചു, ഞാൻ അങ്ങനെ ചെയ്തതിന്. ആ ഒരു പ്രശ്നം അത് അതൊരു ഗെയിമും കൂടിയാണ്. കാരണം അതിന്റെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പറയാൻ വയ്യ, തെറ്റാണെന്ന് പറയാൻ വയ്യ. എന്തായാലും ഒരാൾ തെറ്റ് ചെയ്തു, അപ്പൊ ആ കൂട്ടത്തിൽ എല്ലാ തെറ്റും കൂടെ ഉണ്ട് തീർത്ത് ഒക്കെ ഇടും എന്നാണ് തീർത്തു. പക്ഷെ നമ്മൾ ആശാന അത് വിടും എനിക്ക് തോന്നുന്നില്ല. ജിൻഡോ അതൊന്നും ലാലേട്ടന് മുന്നിൽ എന്തായാലും ഓക്കെ. എന്തായാലും ആ ഒരു ആക്ടിന് ഇയാൾക്ക് എന്തായാലും ലാലേട്ടന്റെ കുറച്ച് എന്തെങ്കിലും ഒരു കിട്ടാതെക്കൂല. നമ്മള് പറയുന്ന യെല്ലോ കാർഡ് കിട്ടിയെന്നൊക്കെ കേൾക്കണം, പക്ഷെ അറിയില്ല അത് സായി ഇട്ട് കൊടുത്താട്ടോ യെല്ലോ കാർഡ് കിട്ടുന്നൊക്കെ. അത് അയാൾക്ക് തീരെ പറ്റിയിട്ടില്ല, സായി ഒന്നും വിടില്ല, സായി അതിന് കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിൽ മിക്കവാറും ലാലേട്ടൻ്റെ എന്തെങ്കിലും ഒന്നും കേൾക്കാതെ ഉണ്ടാവില്ല. കാരണം അപ്പൊ എന്തായാലും ഇന്ന് പിന്നെ എടുത്തു പറയാനുള്ള അതൊക്കെ തന്നെ അറിയില്ലേ. എല്ലാരും പറഞ്ഞു ജാൻമണി പുറത്തു പോകുന്നത് ചാൻസ് ഉണ്ട്, ജാൻമണി പുറത്തു പോകാൻ. പിന്നെ എന്താ അറിയോ, ഒരു കല്യാണത്തിനുള്ള ആള് ഇപ്പൊ ആ വീടിന്റെ ഉള്ളിൽ 40 ദിവസം കഴിഞ്ഞിട്ട് ആ വീടിന്റെ ഉള്ളിൽ ഫുള്ള് ആള്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യണം, എന്ത് കാട്ടണം, അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാവത്തില്ല. അവസ്ഥക്കാല പില 2-3 ആൾക്കാരാണ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്. എന്നാൽ പോലും നമുക്ക് ഒന്നും കേൾക്കാനോ ഒരു ഗെയിം ആൾക്കാർക്ക് ആക്റ്റീവായി ഗെയിം കളിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടം കൂടി നടക്കണം. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ പെട്ടെന്ന് ടെക് 2-3 ആൾക്കാരൊക്കെ എഡിറ്റ് ചെയ്ത് ഒന്നാലൊക്കെ ഗെയിം ഒന്നും കൂടെ അടിപൊളിയായി പോകുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതായിരുന്നു ഇന്നലത്തെ രാത്രിയിലെ കുറെ സീനുകൾ ഉണ്ടായിരുന്നത് അതിന്റെ അടുത്ത്. പിന്നെ ഇന്ന് രാവിലെ പിന്നെ രാവിലെ വരെ എണീച്ചപ്പോ തന്നെ 10 മണി വരെ നോക്കുമ്പോൾ നല്ല ഉറക്കം. അതെ, പിന്നെ നോറ ആസ് യൂഷ്വൽ സംഭവം ക്ലിയർ. ഇന്നലത്തെ സംഭവം തന്നെ പിന്നെ വെറുതെ എടുത്തിടാണ്, എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ. ഇനിയിപ്പോ ജാൻമണി ഔട്ടായി എങ്ങനെ നോറയ്ക്ക് കണ്ടന്റ് കിട്ടും? നോറ കൊടുക്കും. ഇനി ജിൻഡോന്റെ അവസാനം കണ്ടിട്ടുണ്ടല്ലോ, ഫുള്ള് ജിൻഡോക്ക് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ജിൻഡോക്ക് ആവശ്യം. അതെ അതെ, ആരെങ്കിലും ഒന്ന് വരണം, കണ്ടന്റ് ഉണ്ടാക്കണം തന്നെയാണ് ജിൻഡോന് ആവശ്യമുള്ളത്. അതിന്റെ ഇടയിൽ ഈ മറ്റേ അഭിഷേക് കേല്ലേ, അയാളൊക്കെ എന്തിനാണ് അയാള് അടി ഉണ്ടാക്കാനൊക്കെ മറ്റേ നന്ദനയുടെ അടുത്തുള്ള അടി എന്ത് കാര്യത്തിനാണ്? ഇവരൊക്കെ അപ്പുറത്ത് വലിയ ഭൂകമ്പം ഉണ്ടാക്കുമ്പോ ഇവിടെ എന്ത് കാര്യത്തിനാണ് അടി ഉണ്ടാക്കുന്നത്? നോക്കി ചിരിച്ചു മിണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അടി കൂടുന്നുണ്ട്. ശരണ്യനോട് കംപ്ലൈന്റ്, അവരുടെ ടീമിനോട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുമ്പോ ആരും എന്നെ നോക്കണില്ല, നന്ദനയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ അനാവശ്യമായിട്ടുള്ള കുറെ അടികളും അതിൻ്റെ ഉള്ളിൽ, അനാവശ്യം എന്നുള്ളതല്ല, നമ്മൾ വലിയ മൈൻഡ് ചെയ്യേണ്ടാത്ത രീതിയിലുള്ള അടികൾ നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് എല്ലാ അടികൾക്കും ഒരു നിലവാരമില്ലാത്ത രീതിയിലാണ്. അതിപ്പോ സംസാരത്തിനാണെന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടാക്കണ ഇന്നിപ്പോ ജാസ്മിൻ എന്നോ ഗബ്രീന്നോ ഒന്നുള്ളതല്ല, അവിടെ ഉണ്ടാക്കുന്ന എല്ലാ അടികളും വലിയ കാര്യത്തിനൊന്നല്ല, ഒരുമാതിരി ടിഷ്യൂ പേപ്പർ ഇട്ടു, ഇഷ്യൂസ് ആക്കുകയാണ്. അതാ രസം. അതങ്ങോട്ട് പറഞ്ഞ് തീർത്ത് അവസാനിപ്പിക്കുന്നല്ല, പിന്നെ അത് നീട്ടി വലിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കണ്ടൻസ് അതിന്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ടാണ് ടാസ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ. പിന്നെ ഈ പവർ റൂമിന്റെ ടാസ്ക് മാത്രമല്ലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ പവർ റൂമിനൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലും മറ്റേ പണികളൊക്കെ പണിഷ്മെന്റ് കൊടുക്കുക ബാക്കിയുള്ള ടീമിന്, അപ്പോഴാണ് ഒരു അടി ഉണ്ടാവുക. ബാക്കി സീസണിലൊക്കെ 40ാമത്തെ ദിവസം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പല പ്ലാനിങ്ങും അടിപൊളിയായി പോണ സമയമാണ്. ഇതൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഗെയിമുകളും വരുന്നില്ല, അവര് തമ്മിലുള്ള ഒരു പ്ലാനിങ്ങുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഭവങ്ങളൊന്നും നടക്കില്ല. ഇപ്പോഴും ഒരു ലോഡ് ടീം ഇപ്പുറത്തും ഒരു ലോഡ് ടീം ഇപ്പുറത്തും ആയിട്ട് ഇങ്ങനെ നടക്കണം. ഇപ്പൊ ഇന്നലെ ലാലേട്ടൻ വന്ന് എനിക്ക് തോന്നുന്നു അതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ ചാൻസ് ഉണ്ട്. ജയിലിനെ കുറിച്ച് പറയുണ്ടാവും. പിന്നെ ഈ ഒരു ഗ്രൂപ്പിസം കാണിക്കുന്ന ഗ്രൂപ്പിസം പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ അവിടെ ഒരു 4 ആളാണെങ്കിലും 2 തൊട്ടൊരു ഗ്രൂപ്പ് ബിഗ് ബോസിൽ എന്തായാലും വരും. പിന്നെ അത്രയും ഉണ്ടായിട്ടുള്ളൂ. പിന്നെ
പിന്നെ ഞാൻ എനിക്ക് ഇന്ന് എന്തായാലും ഒരു അഭിപ്രായമുണ്ട്. ജാസ്മിന്റെ ആ ഒരു ജയിലിൽ നിന്ന് കാണിച്ചു കൂട്ടിയ സംഭവങ്ങളെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ജാസ്മിൻ എന്തെങ്കിലും മനസ്സിലാവാത്ത? ജാസ്മിൻ എല്ലാ ആഴ്ചയും പൊരിക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ കണ്ടന്റിന് ഇപ്പൊ ജാസ്മിൻ ഗബ്രി ആയില്ലേ കൂടുതൽ. നമുക്ക് തന്നെ പറഞ്ഞു മടുത്തു. നമ്മളതില് ജാസ്മിനും ഗബ്രിയും എന്ന് പറഞ്ഞു. പിന്നെ ഒന്നാമത് അതിന്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ഈ ഒരു നെഗറ്റീവ് എന്നുള്ള രീതിയിലാണെങ്കിൽ അവരാണ് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത്. പിന്നെ സിബിൻ വന്നതിന് ശേഷം എന്തൊക്കെയോ ഉണ്ടായി. പക്ഷെ സിബിൻ ഇപ്പൊ നെഗറ്റിവിറ്റി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാള് ഏകദേശം വെടിയൊക്കെ തീർന്നു. നല്ല അടി കൂടിയിട്ട് നെഗറ്റീവ്. ജാസ്മിനെ മാത്രം ടാർഗറ്റ് വന്നിട്ട് ജാസ്മിനെ സോഫ്റ്റ് കോർണർ വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് പിന്നെ ഒരു ഉണർവൊക്കെ ഉണ്ടായത്. ആ ഉണർവൊക്കെ ഏകദേശം ശരണ്യൊക്കെ എവിടെയെന്നുള്ളത്, ശരണ്യയിൽ അപ്സരനെയൊക്കെ അവിടുന്ന് എന്താ പറയുക ടോർച്ച് അടിച്ച് നോക്കേണ്ട അവസ്ഥ. ഇത് എവിടെയാണ് കിടക്കണമെന്ന് പോലും അറിയില്ല. ആദ്യം ഭയങ്കര ജഗപോക കളിച്ചതെന്നാണ് ശ്രീരേഖ. അവരൊന്നും കാണാനല്ലേ ഗെയിമില്. അപ്സരയൊക്കെ ആദ്യം അടിപൊളി. അതുപോലെ അർജുൻ അവിടെ ഉണ്ടോ എന്നുള്ളത് തന്നെ അറിയില്ല. ആകെ അർജുനെ കാണണമെങ്കിൽ കിച്ചണിൽ പോയി നോക്കണം, എന്നാലേ അർജുനെ കാണുള്ളൂ. റസ്മിൻ ഭായൊക്കെ നല്ല സൂപ്പറായി കളിച്ചെന്ന ആളാണ്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ അവര് ശരിക്കും നമ്മളെപ്പോഴും പറയുന്ന പോലെ ജബ്രികളെ ഒരു അടിമയായിട്ട് ഇങ്ങനെ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുണ്ടോ സഹായം ഹെൽപ്പൊക്കെ വേണമെങ്കിൽ അതിങ്ങനെ ചെയ്തിങ്ങനെ പോകും, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ലാലേട്ടനിലാണ് എല്ലാ പ്രതീക്ഷയും. ഇതുവരെ അങ്ങനെ തന്നെയല്ലേ ഉണ്ടായത്. ഇപ്പൊ ഈ സീസണിൽ എപ്പോ ഡൗൺ ആയി കിടക്കുന്ന സമയത്ത് ലാലേട്ടൻ വന്ന് എന്തെങ്കിലുമൊക്കെ സാധനമായിട്ട് കുത്തി കുക്കാണ് ഗെയിം ചെയ്യുന്നത്. ലാലേട്ടനാണ് കളിക്കുന്നത്. ലാലേട്ടൻ എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിം കളിക്കും. തിങ്കളാഴ്ച മുതൽ ഇനിയും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വരും. ലാലേട്ടൻ ഈ 2 ദിവസം കൊണ്ട് കുറച്ച് ഇന്ധനം ഒഴിച്ചു കൊടുക്കുന്നു പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ഇന്നലത്തെ സംഭവം എല്ലാവരും തലേസത്തെ സംഭവങ്ങളൊക്കെ നൈറ്റ് കൊണ്ടുപോകുന്നത് നമ്മൾക്ക് പറയണത് അതന്നെ ഉള്ളൂ. വേറെ ഉള്ളൂ പറയാം. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്ന് ഒരു ഡ്രൈ ഡേ ആണ്. എല്ലാവരും കിടന്നുറങ്ങണം, ഭക്ഷണം കഴിക്കുകയൊക്കെയാണ്, പാട്ടും. അപ്പൊ നമുക്ക് ഇന്നത്തെ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. ലാലേട്ടൻ വന്നതിന് ശേഷം ലാലേട്ടന്റെ എപ്പിസോഡിൽ കാണാം.